Audio Jungle. Audio Jungle. ഹലോ, ടേൽസ് ഓഫ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ. അതിനുവേണ്ടി 2 കപ്പ് ബസ്മതി റൈസ് ആണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഫ്രൈഡ് റൈസ് തയ്യാറാക്കുമ്പോൾ തലേ ദിവസം റൈസ് വേവിച്ച് ഫ്രിഡ്ജിൽ വെക്കും, എന്നിട്ട് പിറ്റേ ദിവസമാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ അരി വേവിച്ചെടുക്കാനായിട്ട് 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. മെഷറിംഗ് കപ്പിലാണ് കേട്ടോ ഞാൻ അരി എടുത്തത്. നിങ്ങൾ ഗ്ലാസ്സിൽ എടുക്കണമെങ്കിൽ 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം എടുത്താൽ മതി. അപ്പോൾ ഞാൻ വെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കഴുകി വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഫ്രൈഡ് റൈസിന് റൈസ് വേവിക്കുമ്പോൾ ഒരു 85-90% വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ നമ്മുടെ റൈസ് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതാ ഈ ഒരു പാകത്തിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓവർ കുക്കായി പോകരുത് കേട്ടോ. അതാണ് 85-90% വെന്താൽ മതി എന്ന് ഞാൻ പറഞ്ഞത്. റൈസ് വെന്ത് കഴിഞ്ഞപ്പോൾ ഞാനൊരു സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി വെള്ളമെല്ലാം വാർന്ന് ചൂടാറി കഴിയുമ്പോൾ ഒരു ബൗളിലാക്കി ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനി പിറ്റേ ദിവസമാണ് ഫ്രൈഡ് റൈസ് തയ്യാറാക്കുന്നത്. നിങ്ങൾ രാവിലെ റൈസ് വേവിച്ച് അപ്പോൾ തന്നെ ഫ്രൈഡ് റൈസ് തയ്യാറാക്കുകയാണെങ്കിൽ റൈസ് 10 മിനിറ്റെങ്കിലും ഫ്രിഡ്ജിൽ വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ റൈസ് ഇതുപോലെ സ്റ്റിഫായിട്ട് നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫ്രൈഡ് റൈസ് നമുക്ക് തയ്യാറാക്കാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് ബാക്കി ഐറ്റംസ് നോക്കാം. അപ്പോൾ ഞാൻ കുറച്ച് സ്പ്രിംഗ് ഓനിയൻ എടുത്തിട്ടുണ്ട്. ഈ സ്പ്രിംഗ് ഓനിയൻ്റെ ഗ്രീൻ പോർഷനും വൈറ്റ് പോർഷനും ഉണ്ട് കേട്ടോ. ഈ താഴ്ഭാഗമാണ് വൈറ്റ് പോർഷൻ, മുകളിൽ ഗ്രീൻ പോർഷനാണ്. രണ്ടും നമുക്ക് സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് എടുത്തിരിക്കുന്ന വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. 2 ക്യാരറ്റ് ക്യൂബ്സ് ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നീളത്തിലടങ്ങി കട്ട് ചെയ്തെടുക്കാം. പിന്നെ കുറച്ച് ബീൻസ് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 ഹോൾ ഗാർലിക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ സ്പ്രിംഗ് ഓനിയൻ്റെ വൈറ്റ് പോർഷനാണത്. പിന്നെ ഫ്രോസൺ ഗ്രീൻ പീസ് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിരുന്നു, അതെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ക്യൂബ്സ് ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രൈഡ് റൈസ് തയ്യാറാക്കാനായിട്ട് ഞാൻ ഉരുളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ക്വാണ്ടിറ്റി കുറവിലാണ് ഉണ്ടാക്കുന്നതെങ്കിലും നിങ്ങൾ വലിയ പാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഉരുളിയിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിൽ 3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ പീസ് ബട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബട്ടർ നന്നായിട്ട് മെൽറ്റായി വന്നു. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഗാർലിക്കാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. ചിലർ ജിഞ്ചർ ആഡ് ചെയ്യാറുണ്ട്, ഞാൻ ഇടുന്നില്ല കേട്ടോ. പിന്നെ വെജിറ്റബിൾസിൽ ഫസ്റ്റ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ബീൻസാണ്. ബീൻസിന് കുറച്ച് വേവ് കൂടുതലാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ബീൻസ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. അത് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ബീൻസ് ഇട്ടതിന് ശേഷം ക്യാരറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ക്യാരറ്റും ഞാൻ നല്ലതുപോലെ വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. വെജിറ്റബിൾസ് നിങ്ങളുടെ റൈസിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ക്യാബേജോ അങ്ങനെ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും വെജിറ്റബിൾ ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഇത്രയും വെജിറ്റബിൾസ് ആണ് എടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഫ്രോസൺ ഗ്രീൻ പീസ് ആണ് കേട്ടോ. ഫ്രോസൺ ഗ്രീൻ പീസ് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ടതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ അതും നന്നായിട്ട് വഴറ്റിയെടുക്കാം. വെജിറ്റബിൾസിൻ്റെ എല്ലാം പച്ചമണം മാറി കിട്ടണം. ഓവറായിട്ട് കുക്ക് ചെയ്തെടുക്കണ്ട കേട്ടോ. അതായത് സാധാരണ നമ്മൾ കുക്ക് ചെയ്തെടുക്കില്ലേ പച്ചക്കറി, അത്രയും വേവ് വേണ്ടെന്നാണ് ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഞാൻ ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുത്തു, അതും നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്പ്രിംഗ് ഓനിയൻ്റെ വൈറ്റ് പോർഷൻ ഇട്ട് കൊടുക്കാം. അതും നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. സ്പ്രിംഗ് ഓനിയൻ്റെ ഗ്രീൻ പോർഷൻ ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മൾ റൈസിൽ ഉപ്പിട്ടിരുന്നു, പിന്നെ സോസിൽ ഉപ്പുണ്ടാവും. 3 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. അപ്പോൾ വെജിറ്റബിൾസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. സോയാ സോസ് ഞാൻ 2 ടേബിൾ സ്പൂണാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സോസ് ഒഴിച്ച് അപ്പം തന്നെ മിക്സ് ചെയ്ത് കൊടുത്തോളണം, അല്ലെങ്കിൽ കത്ത് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1 ടേബിൾ സ്പൂൺ ചില്ലി സോസാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. റെഡ് ചില്ലി സോസാണ് ഞാൻ എടുത്തത്. ഗ്രീൻ ചില്ലി സോസാണ് നിങ്ങളുടെ അടുത്തുള്ളതെങ്കിൽ അതെടുത്താൽ മതി. അതും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ചേർക്കുന്നത് പെപ്പർ പൗഡറാണ് കേട്ടോ. 2 ടീസ്പൂൺ പെപ്പർ പൗഡറാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. നിങ്ങളുടെ അടുത്ത് വൈറ്റ് പെപ്പർ പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ നേരത്തെ എടുത്ത് പുറത്ത് വെച്ചിരുന്നു. കണ്ടില്ലേ, റൈസ് നല്ല സ്റ്റിഫായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 2-3 തവണയായിട്ട് റൈസ് ഇട്ടിട്ടാണ് കേട്ടോ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ തവണ റൈസ് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. റൈസ് ഇട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മളിനി ഇത് മിക്സ് ചെയ്ത് തുടങ്ങുന്നത്. നമ്മൾ 85-90% ആണ് റൈസ് വേവിച്ചത്. റൈസ് മിക്സ് ചെയ്യുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കുന്നത് കൊണ്ടാണ് നമ്മൾ ആദ്യം വേവിച്ചപ്പോൾ 85-90% മാത്രം വേവിച്ചത്. അപ്പോൾ രണ്ടാമതും ഞാൻ റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ആദ്യം റൈസ് വേവിക്കുമ്പോൾ കയ്യിലെടുത്ത് ഞെക്കി നോക്കുമ്പോൾ അത് ഞെങ്ങി പോകരുത്. ആ ഒരു പാകമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി ബാലൻസ് റൈസും കൂടി ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം കാണാം കേട്ടോ.
മുഴുവൻ റൈസ് തൊട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കുത്തി ഇളക്കരുത്, പതിയെ വേണം മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വെച്ചിരുന്ന സ്പ്രിംഗ് ഒനിയൻ്റെ ഗ്രീൻ പോർഷനാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതിനുശേഷം പതിയെ മിക്സ് ചെയ്ത് കൊടുക്കാം. ചിലർ ഇതിൻ്റെ കൂടെ മല്ലിയില ചേർക്കാറുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം, ഓപ്ഷണലാണ്, ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. ഓവറായിട്ട് കുക്ക് ചെയ്യണ്ട, കുക്ക് ചെയ്താൽ റബ്ബർ പോലെ ആയിപ്പോവും റൈസ്. ഫ്രൈഡ് റൈസിൻ്റെ മിക്സിങ് കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇത് അടച്ചു വെക്കരുത്. പൂർണ്ണമായിട്ടും ചൂടാറിയതിന് ശേഷം മാത്രം വേണം അടച്ചു വെക്കാനായിട്ട്, അല്ലെങ്കിൽ ആവി വെള്ളം വീണിട്ട് ടേസ്റ്റേ മാറിപ്പോകും. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഈ ഫ്രൈഡ് റൈസിന് സൈഡ് ഡിഷായിട്ട് ഞാൻ എടുത്തത് ഗോബി മഞ്ചൂരിയൻ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി നമ്മുടെ ചാനലിൽ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.